സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളുടെ ഓൾ പാസ് സിസ്റ്റം അങ്ങ് ഒഴിവാക്കി അല്ലേ. ഇനി 9th നിന്ന് 10th വെറുതെ അങ്ങ് ചാടി പോകാനൊന്നും പറ്റില്ല. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമ്മൾ 10th എത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കുറെ കാലമായിട്ടുണ്ടാവും കേൾക്കുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിലായിരുന്നു കഴിഞ്ഞ ഇയർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 8th ഈ ഒരു സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ 2.5 ലക്ഷത്തിലധികം കുട്ടികളാണ് അവിടെ പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത്രയും കുട്ടികൾ വെറുതെ ജയിച്ചങ്ങ് പോവായിരുന്നു. ഇതുവരെ ഇത്രയും കാലം അത്രയും കുട്ടികൾ വെറുതെ ജയിച്ച് പോവായിരുന്നു. അപ്പൊ ആ ഒരു സിസ്റ്റം ഇനിയില്ല. അപ്പൊ ഇത് കേട്ട സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നത് എന്താണ്? 9th ഞങ്ങൾ പാസ്സാവുമെന്ന് തോന്നിയവരാണെങ്കിൽ പാസ് എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഞങ്ങൾ പെട്ടു മിസ്സേ ഒന്നും ഇനി ചെയ്യാനാവില്ല എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ കമന്റ് ചെയ്യുക. ഇനി ഞാൻ നോക്കാം ട്രൈ ചെയ്യുക എന്നുള്ളവരാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മള് പറഞ്ഞു ഓൾ പാസ് സിസ്റ്റം ഒക്കെ ഒഴിവാക്കി, ഒരു പ്രശ്നക്കാരനോ കാണാതെ, എന്നാലും നമ്മളുടെ ഉള്ളിലുണ്ടാവും ആ ഓൾ പാസ് സിസ്റ്റം ഒഴിവാക്കിയെങ്കിലും കൂടിയിട്ട് ഞാൻ ജയിക്കണമെങ്കിൽ എനിക്ക് 30% മാർക്ക് മതി അല്ലെ. ആകെ മാർക്കിന്റെ 30% മതി. അതായത് നമുക്ക് ഇപ്പൊ എത്രയിലാണ് നമുക്കറിയാം, നമുക്ക് 80ലാണ് നമ്മളുടെ എക്സാം വരിക. 80 മാർക്കിലാട്ടോ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ 40 മാർക്കിലായിരുന്നു, അതൊക്കെ മാറി 80 മാർക്കിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ 80 മാർക്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടണം ജയിക്കാന്? സിമ്പിൾ അല്ലെ, 24 മാർക്ക് കിട്ടിയാല് പാസ്സാണ്. 24 പാസ്സാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, 24 അല്ലേ, അതെനിക്ക് എങ്ങനെങ്കിലും വാങ്ങാൻ പറ്റും. 24 വാങ്ങാനുള്ള ബുദ്ധിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു അഹങ്കാരം നിങ്ങളുടെ കയ്യിലില്ലേ. അപ്പൊ നിങ്ങളെ മനസ്സിലേക്ക് വരുന്ന കാര്യമായിരിക്കും ഈ ഒരു ജസ്റ്റ് പാസ് ആയാൽ മതിയോ എന്നുള്ളത് എപ്പോഴും നിങ്ങളെ ഉള്ളിലേക്ക് വരുന്നതാ. ജസ്റ്റ് പാസ് ആയാൽ സിമ്പിൾ അല്ലേ, ഞാൻ 9ൽ ജസ്റ്റ് പാസ് ആവാം, എന്നിട്ട് 10ൽ ഞാൻ അടിപൊളിയാക്കിയിട്ട് ഫുൾ A+ വാങ്ങും. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. ഇത് വെറും മണ്ടത്തരാണ് കേട്ടോ എടാ. അതായത് നമ്മളുടെ 9ാം ക്ലാസ്സിൽ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന്റെ ബാക്കിയാണോടാ നമ്മൾ എന്തിൽ പഠിക്കാൻ പോകുന്നത്? നമ്മളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അല്ലാതെ വേറെ എവിടുന്നോ സൂപ്പർ ഫ്രഷ് ആയിട്ട് തുടങ്ങാനൊന്നും കഴിയില്ല. നമ്മൾ 9ാം ക്ലാസ്സിൽ എന്താണോ പഠിച്ചത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട്, അതിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് 2 മാസത്തെ ഒരു വെക്കേഷൻ കിട്ടുന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ 9ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ നമ്മളുടെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ട് ബാനറിൽ തൂങ്ങാനാവുള്ളൂ. ബാനറിൽ ഓരോ കുട്ടികളുടെ ഫോട്ടോസും ഫുൾ A+ കിട്ടിയ വിജയിതാക്കൾ എന്നാണ് അല്ലേ പറയാ. അപ്പോ ഇവന്മാരെ ഫോട്ടോ വരുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, എൻ്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഫുൾ A+ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആഗ്രഹങ്ങൾ പൂവണിയണമെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ. 9ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിക്കുക എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞതാ, എല്ലാ ചാപ്റ്ററും തുടങ്ങുമ്പോൾ ഉണ്ട് 9ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടില്ലായിരുന്നോ, 9ാം ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ടാണ് ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. അപ്പൊ ഓരോ ചാപ്റ്ററും ഇതിന്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. നിങ്ങൾ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുന്ന സമയത്തും +2 എത്തുന്ന സമയത്തും ഇനി മുന്നോട്ട് നിങ്ങൾ എന്തായി തീരുന്നു എന്ന് തീരുമാനിക്കുന്നത് വരെ നിങ്ങൾ ഇപ്പൊ എന്ത് പഠിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പൊ ഇത് ഒഴിവാക്കി വിട്ട് ഞാൻ പഠിക്കുന്നില്ല പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടതാണെങ്കിൽ എടാ നിങ്ങൾ പെട്ടു. ഇത് മുന്നോട്ടുള്ള എത്ര നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിലും അത് നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇനി മാത്സ് ഒക്കെ ആണെങ്കിലും, മാത്സ് നിങ്ങൾ ഏത് വിഷയം എടുക്കുന്ന ആൾക്കാരാണെങ്കിലും മാത്സ് ഇല്ലാത്തൊരു വിഷയമില്ല. മാത്സ് എല്ലാ സബ്ജക്റ്റിലും മാത്സ് വന്നിരിക്കും. സോ എന്താണ്, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചാൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉഷാറാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാൻ തയ്യാറായിക്കോ. നമുക്ക് കുറേ സമയമൊന്നും വേണ്ട, കുറഞ്ഞ സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായിട്ടൊന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ബാക്കിയൊക്കെ ഫ്രണ്ട്സിന് കൊടുത്തോ, വീട്ടുകാർക്ക് കൊടുത്തോ, നിങ്ങളുടെ എല്ലാവർക്കും സോഷ്യൽ മീഡിയക്ക് കൊടുത്തോ, ഇൻസ്റ്റഗ്രാമിന് കൊടുത്തോ, ഒക്കെ കൊടുത്തോ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാൻ തയ്യാറാവുക. നിങ്ങൾക്ക് വളരണ്ടടാ, നിങ്ങൾക്ക് വേറെ ആരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ട്, എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അതിനുള്ളതാണ് നമ്മളുടെ സൂപ്പർ ബാച്ച് ഒക്കെ, നിങ്ങൾക്കായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണം, എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള മക്കൾക്കുള്ളതാണ് നമ്മളുടെ സൂപ്പർ ബാച്ച്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3999 ബാച്ച് 3499 500 ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരുന്നതും. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ എന്തായാലും ഉഷാറായിട്ട് പഠിക്കണം. നിങ്ങൾ ഇത്രയും ഒരു വലിയ എമൗണ്ട് ആണല്ലോ എന്ന് വിചാരിച്ച് ഇത് ഒഴിവാക്കി വിടരുത് എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇനിയും ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ പഠിക്കും. ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പം ആ വീഡിയോസ് കണ്ടു അത് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും പോകാൻ പറ്റൂല കേട്ടോ. ഓരോ വീഡിയോസ് കഴിയുമ്പോൾ നമുക്ക് ഓരോ ക്വിസ് ഉണ്ടാവും. 3
ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഈ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കണ്ട വീഡിയോ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ. സ്വന്തം നിങ്ങൾക്കൊന്ന് വിലയിരുത്താൻ പറ്റും. അങ്ങനെ ഓരോ വീഡിയോയും കണ്ട് അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് അടിപൊളിയായിട്ട് നമ്മളിവിടെ പഠിക്കും. അതുപോലെ 80 മാർക്കിൻ്റെ എക്സാം ആണ് അല്ലേ, ടോട്ടലി ഡിഫറെൻ്റ് ആണ് 8ാം ക്ലാസ്സിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ ഈ 80 മാർക്കിൻ്റെ എക്സാം ആദ്യമായിട്ട് എഴുതുക എന്നുള്ളത് അതൊരു പേടിയാണ് അല്ലേ. പക്ഷെ അതും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് മോഡൽ എക്സാംസ് ഇതിൽ എഴുതും. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ ഡോണ്ട് വറി, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കാനും തയ്യാറാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. വേഗം ജോയിൻ ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും. അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് ഇതുപോലെ നിങ്ങൾക്ക് നമ്മളുടെ 9th എല്ലാ കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.